നമസ്കാരം. സൃഷ്ടികൃത്യത്തിൻ്റെ രണ്ടാമത്തെ ദേവതയായ താരയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. താര എന്നുള്ള പേര് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും താര എന്നൊരു പേരുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവും താരാ പദ്ധതി അല്ലെങ്കിൽ താര എന്ന് പറയുന്ന ദേവതാ സങ്കല്പം ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഭാരതീയ താന്ത്രിക പദ്ധതിയിൽ കൂടാതെ ടിബറ്റിലെ ബൗദ്ധന്മാർക്കിടയിലും ജൈനന്മാർക്കിടയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദേവതയാണ് താരാദേവി. ടിബറ്റിലെ ബൗദ്ധന്മാർക്ക് 21 താരമാരുണ്ടായിരുന്നു എന്നാണ്. ആ 21 താരമാർക്കൊപ്പം അവർ 22ാമതായി മറ്റൊരു താരയെ കൂടി ചേർത്തു. അത് വളരെ അത്ഭുതകരമായ രീതിയിൽ കേരളത്തിൻ്റെ സ്വന്തം താരയാണ്. ആ താരയുടെ പേര് ശ്യാമതാര എന്നാണ്. നമ്മുടെ കല്ലടിക്കോടൻ മലവാരത്തിലുള്ള കരിനീലി സങ്കല്പം തന്നെയാണ് ബൗദ്ധത്തിലേക്ക് പോയ താരാദേവി അഥവാ ശ്യാമതാര. സിദ്ധനാഗാർജുനനാണ് ശ്യാമതാരയെ ബൗദ്ധർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പ്രധാനമായും 3 ഭാവങ്ങളിൽ താരാദേവിയെ കാണാൻ സാധിക്കും. ഏകജട, ഉഗ്രതാര, നീലസരസ്വതി എന്നീ 3 ഭാവങ്ങളാണ് അത്. ഭാരതീയ തന്ത്രശാസ്ത്ര പ്രകാരം വസിഷ്ഠനാണ് താരയുടെ ഗുരു. താരാതന്ത്രത്തിൻ്റെ ഗുരുവായി കാണുന്നത് വസിഷ്ഠനെയാണ്. ഒരു താരാതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയിൽ പറയുന്നത് വസിഷ്ഠൻ വൈദിക രീതിയിൽ താരാദേവിയെ ആരാധിച്ചു എന്നാണ്. താരാദേവിയെ പ്രത്യക്ഷനാക്കാൻ വേണ്ടി വൈദിക രീതി പ്രകാരമുള്ള ചിട്ടകളോടെ വസിഷ്ഠൻ തപസ്സനുഷ്ഠിച്ചു എന്നാണ്. എന്നാൽ 10,000 വർഷത്തോളം തപസ്സനുഷ്ഠിച്ചിട്ടും താരാദേവി വസിഷ്ഠന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അങ്ങനെ ക്രോധം കൊണ്ട് വസിഷ്ഠൻ താരാദേവിയെ തന്നെ ശപിക്കാനായി മുതിർന്നപ്പോൾ താരാദേവി പ്രത്യക്ഷപ്പെട്ടു. താരാദേവി വസിഷ്ഠനോട് പറഞ്ഞു, നീ ഇങ്ങനെ വിളിച്ചാൽ എനിക്ക് വരാൻ സാധിക്കില്ല, എന്നെ ചീനാചാരത്തിൽ വിളിക്കണം. അങ്ങനെ വസിഷ്ഠൻ ദേവിയുടെ അനുജ്ഞപ്രകാരം മഹാചീനത്തിലേക്ക് പോയി അവിടെ നിന്നും ബോധിസത്വനെ കണ്ട് ചീനാചാരം പഠിച്ചു എന്നാണ്. ചീനാചാരത്തെ ദിവ്യാചാരം എന്നും പറയാറുണ്ട്. മദ്യവും മാംസവും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ വ്യത്യസ്തമായ ആരാധനാ രീതികൾ നമുക്ക് താരാസാധനയിൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ആകാശത്തെക്കുറിച്ചുള്ള ഖഗോളങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം തരുന്നവൾ കൂടിയാണ് താരാദേവി. ആകാശത്തിലേക്ക് ചിമ്മാതെ നോക്കിയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നിന്നുകൊണ്ട് ചിമ്മാതെ നോക്കിയിരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു സാധനാ രീതി താരാ പദ്ധതിയിൽ കാണാൻ സാധിക്കും. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവളാണ് താര. അപ്പോൾ ഇത്തരത്തിലുള്ള ത്രാടക പോലെയുള്ള സാധനാ രീതികൾ ഒരു ഇൻറ്റ്യൂഷൻ പോലെ നമുക്ക് അറിയപ്പെടാത്ത ജ്ഞാനത്തെ വെളിപ്പെടുത്തി തരുന്നു എന്നാണ് പറയുന്നത്. താരാദേവിയുടെ രൂപം പറയുകയാണെങ്കിൽ താരാദേവി വസിക്കുന്നത് കാശിയിലാണ് എന്നാണ്. കാശിയിൽ ഗംഗയ്ക്ക് കുറുകെ നിൽക്കുന്ന ഒരു തോണിയിൽ അതിൽ ഒരു ശവശരീരത്തിൽ ചവിട്ടി നിൽക്കുന്നതായിട്ടാണ് താരാദേവിയുടെ രൂപം. ശവ ഉപരിയാണ് താരാദേവി നിൽക്കുന്നത്. കയ്യിലൊരു കത്രികയും ഖഡ്ഗവും പിടിച്ചിരിക്കുന്നു. ഗർഭിണിയായ താര താൻ പ്രസവിക്കുന്ന പ്രപഞ്ചത്തെ അഥവാ നമ്മളെ പൊക്കിൽ കൊടി ബന്ധമറുത്ത് ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടിയാണ് കയ്യിൽ കത്രിക പിടിച്ചിരിക്കുന്നത്. ആ ദേവി തന്നെയാണ് താരിണിയായി നമ്മളെ ഈ ഭവസാഗരത്തിൽ നിന്ന് തരണം ചെയ്യിക്കുന്നവൾ. പൊക്കിൽ കൊടി അറുത്ത് ഈ ഭൂമിയിലേക്ക് നിക്ഷേപിക്കുന്നവൾ തന്നെ നമ്മളെ ഈ ഭവസാഗരത്തിൽ നിന്ന് തരണം ചെയ്യിക്കുന്നു. താരോപാസനയുമായി ബന്ധപ്പെട്ട് ശ്മശാന സാധന വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ താരാപീഠങ്ങൾക്ക് സമീപത്തായി ശ്മശാനം ഉണ്ടാകാറുണ്ട്. ബംഗാളിലെ താരാപീഠം ഇതിനൊരു ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട ഒരു താരാപീഠമാണ് ബംഗാളിലേത്. അവിടെ ഒരു മഹാശ്മശാനം നിലനിൽക്കുന്നു. വളരെ വിചിത്രമായ പദ്ധതികളോടെ താരാദേവിയെ ആരാധിക്കുന്ന നിരവധി സാധകരെ ഇത്തരം ഇടങ്ങളിലും ശ്മശാനങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.